ഹായ്, ഞാൻ റസ്യ. ഞാനൊരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. MES-ലാണ് പഠിച്ചത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആഡ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും. പക്ഷേ കുറച്ചും കൂടെ വിശ്വാസമായിട്ട് തോന്നിയത് എനിക്ക് ആർക്കൈറ്റിൻ്റെ തന്നെയാണ്. ആർക്കൈറ്റിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സസ് ആണ്. മാത്രമല്ല ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി, പ്രോജക്ട്സ് ഒക്കെ സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നതും ഇതിന്റെ വാല്യൂസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായതും. ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോജക്ട് സ്വന്തമായി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ആർക്കൈറ്റിൽ വന്നതിന് ശേഷമാണ് ഉണ്ടായത്. ബേസ് ടു ടോപ്പ് എക്സാക്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ ആർക്കൈറ്റിലെ മെന്റേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പ്ലേസ്മെന്റ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കമ്പനീസിനെ കുറിച്ചും ഇന്റർവ്യൂസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ച് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ മോക്ക് ഇന്റർവ്യൂസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോ ഈച്ച് സ്റ്റുഡൻറ് ക്യാമ്പയിനും ആർക്കൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവുമാണ്. ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം നല്ല വൈബാണ്. പിന്നെ പഠിക്കുമ്പോൾ പ്രഷറോ സ്ട്രെസ്സോ ഒന്നും തന്നെ തോന്നാറില്ല. ഓട്ടോഡെസ്ക്, സ്കെച്ചപ്പ്, ബെന്റ്ലി, ടെക്ല ഇതുപോലുള്ള ഇന്റർനാഷണൽ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഞാനിവിടെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനെടുത്ത ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ആർക്കൈറ്റിൽ ജോയിൻ ചെയ്തത്. താങ്ക്സ് ടു ആർക്കൈറ്റ്.